ശ്രീ സന്തോഷ് കുമാർ, ഇന്ന് ഡൽഹിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? അഭൂതപൂർവമായ പ്രതിഷേധം. ഡൽഹി പോലീസിന്റെ എസ്റ്റിമേറ്റിനൊക്കെ അപ്പുറത്ത് ആളുകൾ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10,000-ത്തിലധികം പ്രതിഷേധക്കാർ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ആ സമരത്തെ അടിച്ചമർത്തുക എന്ന സമീപനം സ്വീകരിക്കുന്നു. സമരപ്പന്തലുകൾ പൊളിച്ചു മാറ്റുന്നു. പക്ഷെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് യുവാക്കൾ പറയുന്നു. ഇത് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി പരിണമിക്കുകയാണോ? വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി പരിഗണിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു കൃത്യ ഉത്തരം പറയുക സാധ്യമല്ല. പക്ഷേ സമീപകാലത്ത് ഡൽഹി കണ്ട യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധമാണ് എന്ന് അതിനെ നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദർശ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ സമരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവർക്കാണ് ആ കാര്യം കുറെ കൂടി നന്നായി പറയാൻ പറ്റുക എന്ന് ഞാൻ വിചാരിക്കുന്നു. AISF-ഉം SFI-യും ഐസയും ഉൾപ്പെടെയുള്ള ലെഫ്റ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ അതിൻ്റെ സജീവ ഭാഗമായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഡൽഹി പോലീസ് അതിനെ അടിച്ചമർത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി. ഇവർ പെർമിഷൻ എടുത്തിട്ടില്ല എന്ന് ദേശീയ വാർത്താ ഏജൻസികളോട് ഉൾപ്പെടെ ഡൽഹി പോലീസ് കമ്മീഷണർ കള്ളം പറയുന്ന സ്ഥിതിയുണ്ടായി. ഈ സമരം തുടങ്ങുമ്പോൾ പെർമിഷൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത ആളുകളാണ് എന്ന് ആലോചിക്കണം. ഞാൻ അതിൻ്റെ മറ്റു ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന് പറയുന്ന ഒരു മിനിമം ആവശ്യം ഇപ്പോൾ ഈ NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡിസോൾവ് ചെയ്യണം, മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന തരത്തിൽ മാറ്റം വെക്കണം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ 8 പരീക്ഷാ ലീക്കേജുകൾ, പേപ്പറുകൾ 8 പരീക്ഷകളുടെ NTA നടത്തിയ 6 എണ്ണം, അല്ലാത്ത 2 എണ്ണം ഉൾപ്പെടെ മിനിമം 8 എണ്ണം 24, 25, 26 ഈ വർഷങ്ങളിലായിട്ട് മടന്നു. 26 ഇപ്പോൾ പകുതി ആയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇത്രയധികം വിദ്യാർത്ഥികൾ അത് എഫക്റ്റ് ചെയ്തു. 24, 25 ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജ്യമുള്ള ആവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. 10-23 ലക്ഷം കുട്ടികളുടെ ഭാവി തുലച്ചൊരു പരീക്ഷ അത് ക്യാൻസൽ ചെയ്യേണ്ട സ്ഥിതി വന്നു. രണ്ടാമത് നടത്തിയപ്പോൾ 2.5-3 ലക്ഷത്തോളം കുട്ടികൾ ഇത് എഴുതിയില്ല. എന്നാലും രാഷ്ട്രീയത്തിലൊരു ധാർമ്മിക ഉത്തരവാദിത്വം, ഒരു മര്യാദയൊക്കെ ഇല്ലേ? ഒന്ന്, ഈ മന്ത്രി രാജിവെച്ച് പോകണം. വരുന്നത് ഒരു BJP-കാരൻ തന്നെ ആയിരിക്കും, അത് വേറൊരു കാര്യം. പക്ഷെ മിനിമം ആ സാമാന്യ മര്യാദയെങ്കിലും കാണിക്കൂ. രാഷ്ട്രീയത്തിൽ അങ്ങനെ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നൊരു കാര്യമാണ് ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഉയർത്തിയത്. ഞങ്ങളൊരു പാർട്ടിയുമുള്ള നിലയിൽ ആ ആവശ്യം വളരെ നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. ഏതാണ്ട് പ്രതിപക്ഷത്തിലുള്ള എല്ലാ പാർട്ടികളും മുന്നോട്ട് വെച്ചു. പക്ഷേ CJP മൂവ്മെൻറ്റിന് അത് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയതുകൊണ്ടും സോഷ്യൽ മീഡിയ അവർ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എന്നതുകൊണ്ടും ഒരുപക്ഷെ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാളൊക്കെ എഫക്റ്റീവായി അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതുകൊണ്ടും അതിന് ഭയങ്കരമായ പോപ്പുലാരിറ്റി കിട്ടുന്ന സ്ഥിതിയുണ്ടായി. ആ മൂവ്മെൻറ്റ് ഒരു പൊതുപ്രസ്ഥാനമായി പരിണമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരമൊക്കെ കണ്ടു. എന്തായിരുന്നാലും അഭിലാഷ് ചോദിച്ചൊരു ചോദ്യത്തിന് വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായി പരിഗണിക്കുമെന്ന് ചോദിക്കുന്നത് അത് മറ്റ് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ വൈഡ് സ്പ്രെഡായ ഒരു അൺട്രസ്റ്റ് നമ്മുടെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിനിടയിൽ ആയിരക്കണക്കായ മനുഷ്യർക്കിടയിൽ ഉണ്ടായി. അതിൻ്റെ ബഹിസ്ഫുരണം കണക്കെ അത്യുജ്വലമായ ഒരു പ്രതിഷേധം ഇന്ന് ഡൽഹി കണ്ടു എന്നതാണ് സന്തോഷിപ്പിക്കുന്ന കാര്യം. ഞാൻ CJP-യുടെ മറ്റ് രാഷ്ട്രീയ വശങ്ങൾ, മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷെ അത് ഗംഭീരമായിട്ട് നടന്നു. ഈ ഗവൺമെന്റിന് അല്പം മര്യാദയും നാണം ഉണ്ടെങ്കിൽ ആ ആവശ്യങ്ങളോട് ഒന്ന് കൺസീഡ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം ഉന്നയിച്ചു.